നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് ഗുജറാത്തിൽ നിന്നും ഒരാളെ അറസ്റ്റ് ചെയ്തു. കച്ച് സ്വദേശിയായ സഹദേവ് സിംഗ് ഗോഹിലാണ് പിടിയിലായത്. കച്ചിൽ നിന്നും തീവ്രവാദ വിരുദ്ധ സംഘമാണ് ആരോഗ്യ പ്രവർത്തകനായ സഹദേവ് സിംഗ് ഗോഹിലിനെ അറസ്റ്റ് ചെയ്തത്. പാക് ചാരസംഘടനയായ ISIയുമായി സഹദേവിന് ബന്ധമുണ്ടെന്നും ഇയാൾ ഗുജറാത്തിലെ തന്ത്രപ്രധാന മേഖലകളുടെ വിവരം കൈമാറിയെന്നും പോലീസ് പറയുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് BSF, ഇന്ത്യൻ എയർഫോഴ്സ് തുടങ്ങിയവയുടെ വിവരങ്ങളാണ് ഇയാൾ കൈമാറിയത്. മെയ് 1-ാം തീയതി ഇയാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിരുന്നു. 2023 ജൂൺ ജൂലൈ കാലയളവിൽ അദിതി ഭരദ്വാജ് എന്ന പാകിസ്ഥാനി ഏജന്റായ യുവതിയുമായി ഇയാൾ ബന്ധപ്പെട്ടിരുന്നു. നിർമ്മാണത്തിലിരിക്കുന്ന BSF എയർഫോഴ്സ് കെട്ടിടങ്ങളുടെ ചിത്രങ്ങൾ അദിതി ഭരദ്വാജ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ വർഷം ആദ്യം ഇയാൾ ഒരു പുതിയ സിം കാർഡ് എടുക്കുകയും ആ നമ്പറിലൂടെ വിവരങ്ങൾ കൈമാറുകയും ചെയ്തതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിന് ഇയാൾക്ക് 40,000 രൂപ ലഭിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. BNS 61, 148 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് സഹദേവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. സഹദേവ് സിംഗ് ഗോഹിൽ അടക്കം 12 പേരാണ് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ചാരപ്രവർത്തിക്കായി പിടിയിലായത്. ഇതിൽ തന്നെ യൂട്യൂബറായ ജ്യോതി മൽഹോത്രയുടെ കേസ് വലിയ ശ്രദ്ധ നേടിയിരുന്നു. ട്രാവൽ വിത്ത് ജോയ് എന്നാണ് ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. സമൂഹ മാധ്യമങ്ങളിലെ ഇൻഫ്ലുവൻസേഴ്സിനെ ലക്ഷ്യമിടുന്നതിന്റെ ഭാഗമായി പാകിസ്ഥാൻ ഇന്റലിജൻസ് ജ്യോതിയെ റിക്രൂട്ട് ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നതായും വിവരങ്ങൾ കൈമാറി കിട്ടാൻ ശ്രമിച്ചിരുന്നതായും കണ്ടെത്തിയിരുന്നു.